നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എത്ര കൊണ്ടാലും നാണമില്ലാത്ത കഴുത. എന്റെ കൈ മെനക്കെടുത്തത് മിണ്ടാതിരുന്നോളവിടെ. നീ എന്തിനാ ഇവനോട് കലിതുള്ളന്നേ? എന്റെ അച്ഛൻ എച്ചിൽ നിന്ന് ജീവിക്കുന്ന നാണം കെട്ട ജന്തു. പ്രകാശ, കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെയുള്ള കുട്ടികളെക്കാൾ അനാഥ പരിശുകളെ പോറ്റുന്നതിലാണല്ലോ ഇവിടെയുള്ളവർക്ക് താല്പര്യം. അവന്റെ ഒരു ഫാൻ കൊള്ളല്. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. കറണ്ട് ചാർജ് മാസാമാസം പെരുകിക്കൊണ്ടിരിക്കുക. കാറ്റുകൊള്ളാൻ തെണ്ടികളും ഓണം മുടക്കാൻ പ്രകാശം. അത് വേണ്ട. ഏട്ടാ, എന്താ ഇത്? അച്ഛമ്മയും വിനുവേട്ടനും കാറ്റുകൊള്ളുന്നതിന് കണക്ക് പറയാൻ തുടങ്ങിയോ? അവരെ ഇങ്ങനെ അപമാനിക്കരുത്. അവന്റെ ഒരു ഉപദേശം. അപമാനത്തിന് പോലും നീ ഒരു അപമാനമാണ്. ഭാര്യയുടെ ചെലവിൽ കഴിയുന്നവൻ എന്നെ ചൊറിയാൻ വരല്ലേ. സ്വന്തം കാലിൽ സ്വന്തം ചെലവിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടായിട്ട് മതി നിന്റെ ഉപദേശമൊക്കെ. നിർത്തടാ. കുറെ നേരമായല്ലോ നീ കിടന്ന് ചെലക്കാൻ തുടങ്ങിയിട്ട്. മാധവേട്ടൻ വാങ്ങിയ സ്ഥലത്ത് വീട് വെക്കാൻ ഞാൻ പണം ചോദിച്ച അന്ന് മുതൽ നിന്റെ ഈ കളിയാട്ടം തുടങ്ങിയത്. വീട്ടു ചെലവിൽ ഒരു പങ്ക് നീ വഹിക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം നിനക്കുണ്ട്. ഇനി മുതൽ വീട്ടു ചെലവിന് ഇവിടേക്ക് നീ ഒരു ചില്ലി കാശ് പോലും തരണ്ട. എന്നാണെങ്കിലും നിന്റെ ഈ ചൊരുക്കൊന്ന് തീരുമല്ലോ. വീട്ടു ചെലവിന് കാശ് കൊടുക്കുന്ന പ്രശ്നം മാത്രമല്ല, വേറെയുണ്ട്. അമ്മയുടെ ഭാഗത്താ പ്രശ്നം. കയ്യില് കാശില്ലാന്ന് പറയുമ്പോഴും കുടുംബത്തിലെ സ്വർണ്ണക്കെ അനാഥ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ. അതിലൊന്നും അമ്മയ്ക്ക് യാതൊരു സങ്കടവും ബുദ്ധിമുട്ടുമില്ല. പ്രകാശ് സത്യം പറഞ്ഞാല് ശ്വാസം മുട്ടല്. ചന്ദ്രികേ, നീ വന്ദനിക്ക് സ്വർണം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ദൃക്സാക്ഷിയല്ലേ നിന്റെ മൂത്ത മോള് വസന്ത. അവള് മറ്റൊരു ബോംബിന് തീ കൊടുത്തിട്ടാ പോയെ. വസന്തൻ ഈ കുടുംബത്തിലെ സന്തതി തന്നെയാ. അവൾക്കും അനീതി കണ്ടാല് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവളെ അങ്ങനെ തഴയല്ലേ. ഇനി ഈ വീട്ടിലെ ചെലവിന് ചില്ലിക്കാശ് പോലും തരണ്ടെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. വാക്ക് മാറ്റി പറയരുത്. എന്റെ കാശില്ലാതെ വീട്ടു ചെലവ് നടത്താൻ അമ്മയ്ക്ക് ത്രാണിയുണ്ടോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. ഭാര്യയുടെ ചെലവിൽ ഓസിന് ജീവിക്കുന്ന ജന്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.